ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ ഈയിടെയായിട്ട് തുടർന്നു വരുന്ന രാഷ്ട്രീയ ചർച്ച തന്നെ തുടരാമെന്ന് വിചാരിക്കുന്നു. തിരഞ്ഞെടുപ്പ് വരെ രാഷ്ട്രീയ കാര്യങ്ങൾ ചർച്ച ചെയ്യാം. അതിനുശേഷം പിന്നെ തെരഞ്ഞെടുപ്പ് ഫലം ജൂൺ 4 വന്ന ശേഷം ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ എൻ്റെ തലയിലും ഇപ്പോൾ ഇന്ത്യ മഹാരാജ്യത്ത് നടക്കുന്ന ഈ 26-ാം തീയതി നടക്കാൻ പോകുന്ന ഈ തിരഞ്ഞെടുപ്പ് മഹോത്സവത്തിൻ്റെ കാര്യങ്ങൾ തന്നെയാണ് തലയിൽ. കാരണം അടുത്ത 5 വർഷത്തേക്ക് നമ്മുടെ ഭാരതത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്ന, ഭാരതത്തിൻ്റെ ഭരണസാരഥ്യം തിരിക്കാനായിട്ട് നമ്മൾ തിരഞ്ഞെടുത്തു വിടുന്ന ഒരു കൂട്ടം ആളുകൾ, അവരാണ് ഇനി നിയമം പാസ്സാക്കേണ്ടതും അതുപോലെ ഉദ്യോഗസ്ഥരിലൂടെ പരിഷ്കാരങ്ങളും മാറ്റങ്ങളും ഒക്കെ നടപ്പിലാക്കേണ്ടതും ഇനി നമ്മൾ തിരഞ്ഞെടുത്ത് വിടാൻ പോകുന്നവർ തന്നെയാണ്. അപ്പം നമ്മുടെ രാജ്യത്തിൻ്റെ ഭാവി നിർണ്ണയിക്കുന്നതിൽ പരമപ്രധാനമാണ് നമ്മുടെ ജനാധിപത്യ സംവിധാനത്തിലുള്ള ഈ തെരഞ്ഞെടുപ്പെന്ന് എല്ലാവർക്കും അറിയാം. അപ്പം നമ്മൾ അതിന് നമ്മുടേതായ വോട്ടവകാശം, നമ്മുടെ ഏറ്റവും മൂല്യമുള്ള ഒരു വോട്ട് നമ്മൾ അവിടെ കഷ്ടപ്പെട്ടു പോയി വിരളയിൽ മഷിയും പുരട്ടി ആരെങ്കിലും പറയുന്നതിനനുസരിച്ച് ഇപ്രാവശ്യം അവർക്ക് ഇരുന്നോട്ടെ, നമുക്കെന്തുവാ, നമ്മൾ ഏതായാലും ഇത്രയൊക്കെ ആയല്ലോ. പലരും എന്നോട് ചോദിക്കുന്ന പോലെ, എന്താ തള്ളേ നിങ്ങൾ ഇനി എന്തിനാ ഇതൊക്കെ പറയുന്നേ എന്ന് ചോദിക്കാറുണ്ട് പലരും. പക്ഷേ നമ്മൾ എപ്പോഴും പ്രവർത്തന നിരതരായിരിക്കണം, കർമ്മനിരതരായിരിക്കണമെന്ന് ഭഗവാൻ ശ്രീകൃഷ്ണൻ ഭഗവത്ഗീതയെ പറഞ്ഞിട്ടുണ്ട്. ലോകമാകമാനമുള്ള ജനങ്ങൾ അത് അനുവർത്തിച്ചു പോരുന്നുമുണ്ട്. നമ്മൾ എപ്പോഴെങ്കിലും നിശ്ചലമായിരുന്നാൽ നമ്മൾ ജീവിതത്തിൽ ഒട്ടും മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കുകയില്ല. അത് ഭഗവാൻ പറഞ്ഞ കാര്യങ്ങളാണ്. അപ്പം ഞാനും അതെൻ്റെ ജീവിതത്തിൽ ഒരു പൊടിയോളം അനുവർത്തിക്കാമെന്ന് വെച്ചിട്ടാണ് ഞാൻ എൻ്റെ ഈ കർമ്മ മേഖലയെ തിരഞ്ഞെടുത്തതും ഞാനിപ്പോൾ നിങ്ങളോട് ഇങ്ങനെ സംവദിച്ചു കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തിരഞ്ഞെടുപ്പായതുകൊണ്ട് അവിടെ ഞാൻ കാഴ്ചകൾ കാണിക്കാനോ പിന്നെ യാത്ര പോയതിൻ്റെ വിവരണം പറയുന്നതിലോ യാതൊരു അർത്ഥവുമില്ല. സമൂഹത്തോട് പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തി എന്ന നിലയ്ക്ക് അത് ഞാൻ സ്വയം എനിക്ക് പ്രതിബദ്ധതയുണ്ട് എന്ന് ഞാൻ അവരവരെ തന്നെയാണല്ലോ അവരവരാദ്യം അവരവരുടെ ഐഡൻറ്റിറ്റി, അവരവരുടെ മൂല്യം അവർ തന്നെയാണ് കണ്ടുപിടിക്കേണ്ടത്. മറ്റുള്ളവർ കണ്ടുപിടിക്കാൻ നോക്കിയിരുന്നാലേ ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് നമ്മൾ തന്നെ നമ്മുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക. എനിക്കൊരു കർമ്മമേഖല ഉണ്ടായിരുന്നു. ഞാൻ ആ കർമ്മമേഖലയിലെല്ലാം ഈശ്വരാനുഗ്രഹം കൊണ്ട് വിജയിക്കാനും കഴിഞ്ഞു. ഇപ്പോഴെനിക്കുള്ള കർമ്മമേഖല നിങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക എന്നുള്ളതാണ്. ആ കർമ്മമേഖലയിലൂടെ, ആ മീഡിയത്തിലൂടെ എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ പറയുന്നു. അത് ഇഷ്ടമുള്ളവരെ കേൾക്കുക. ഒരു പൊടി ഉണ്ടെങ്കിൽ അത് നേരാണോ പറയുന്നത് ഒന്ന് തലയിൽ ഒരു 5 മിനിറ്റ് നേരം മനസ്സിലും തലയിലും ഒക്കെ കൂടെ അതിനെ ഒന്ന് കയറ്റി ഇറക്കി ശരിയാണോ പറയുന്നത്, ഇതിനകത്ത് വല്ല സത്യമുണ്ടോ, അതോ മറ്റുള്ളവരൊക്കെ പറയുന്നതാണോ ശരി, ഇവരാർക്കെങ്കിലും വേണ്ടി പണി ചെയ്യുവാണോ എന്ന് ചിന്തിക്കാതെ സ്വന്തം ബുദ്ധി ഉപയോഗിച്ച് സ്വന്തം മനസാക്ഷിക്കനുസരിച്ച് ഒന്ന് ചിന്തിച്ച് നോക്കിയാൽ ഞാൻ പറയുന്നതിൽ സത്യമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. കാരണം കഴിഞ്ഞ 1947 ശേഷമുള്ള ഇത്രയും വർഷങ്ങളിൽ ഏറ്റവും കൂടുതൽ സമയം ഇന്ത്യ മഹാരാജ്യം ഭരിച്ചിരുന്നവർ കോൺഗ്രസ് പാർട്ടിയാണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. കുറേ കാലം അവർ മറ്റുള്ളവരെയൊക്കെ മുന്നണി ചേർത്തും അങ്ങനെയും ഭരിച്ചു. പിന്നെ എന്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടി അവരുടെ പ്രവർത്തനത്തിലെ മികവ് കൊണ്ട് മുകളിലോട്ട് വരാതെ താഴോട്ട് പോയി എന്നുള്ളതും എല്ലാവർക്കും ചിന്തിക്കാം. കാരണം അഴിമതിക്ക് അരങ്ങ് വാഴുന്ന ഒരു കാലമായിരുന്നു കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് വരെ. നമ്മുടെ എല്ലാ രംഗത്തും കറപ്ഷൻ തന്നെ. ആ കറപ്ഷൻ കാരണം ഇന്ത്യയുടെ സാമ്പത്തിക നില തകർന്നുപോയി. എല്ലാ തരത്തിലും അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ഭീതി വർദ്ധിച്ചു. അയൽരാജ്യങ്ങളിൽ നിന്നുള്ള ആക്രമണം കൂടി, അതുപോലെ ജിഹാദി പ്രവർത്തനങ്ങൾ കൂടി. എല്ലാ തരത്തിലും രാജ്യം അരിഷിതാവസ്ഥയിലൂടെ കടന്നുപോയതാണ് കഴിഞ്ഞ കുറേ വർഷങ്ങൾ. പിന്നെ അഴിമതിക്ക് ഒരു കുറവുമില്ല. എന്തെല്ലാം അഴിമതികൾ, അഴിമതികളുടെ എല്ലാം പേര് പറയാൻ ഓർത്തിരിക്കാൻ തന്നെ പ്രയാസം അത്രയ്ക്കുണ്ടായിരുന്നേ. പറയാൻ എണ്ണം തീരത്തില്ല. അതുപോലെ അഴിമതികൾ രാജ്യത്ത് നടന്നു. രാജ്യം ഭരിച്ചിരുന്നവർ അവരുടെ കുടുംബപരമായിട്ടുള്ള ഭരണം ഇങ്ങനെ കൊണ്ടുവന്നു. അത് അവർ പല സംസ്ഥാനങ്ങൾക്കും പകർന്നു കൊടുത്തു. അതിലൊന്നാണ് ബീഹാറിലെ ലാലു പ്രസാദ് യാദവും 6-7 മക്കളുണ്ടെന്ന് തോന്നുന്നു. എല്ലാവർക്കും ഓരോരോ പദവിയുണ്ട്. പിന്നെ അത് ആന്ധ്രയിലോട്ടും കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റാലിനും പാർട്ടിക്കും കരുണാനിധിയിൽ നിന്ന് പകർന്നു കിട്ടിയിട്ടുണ്ട്. കർണാടകത്തിൽ എത്രമാത്രം കിട്ടിയെന്ന് എനിക്കറിയാൻ വയ്യ. ഇനി അതൊന്നും കൂടുതൽ ഇവരെയാണ്
പറയപ്പെടുന്നത്. വേറെയും കാണുമായിരിക്കും, അച്ഛൻ, അമ്മ, പിന്നെ മോനെ, മരുമോള്, പിന്നെ ചിറ്റപ്പൻ, കൊച്ചപ്പൻ, ഇങ്ങനെ കുറേ പേരിങ്ങനെ കാണും. നമ്മുടെ കേരളത്തിലോട്ടും അതിങ്ങോട്ട് വന്നിട്ടേ ഒരാൾ ഭരണത്തിൽ അങ്ങോട്ട് വരുന്നുണ്ടെങ്കിൽ പിന്നെ അവരുടെ ബന്ധുക്കളെല്ലാം സർവമാന കോർപ്പറേഷൻ്റെയും എല്ലാം മേധാവികളായിട്ട് അവിടെ ഇരിക്കാൻ പറ്റും, ഓരോരോ വിഭാഗത്തിൻ്റെയും. അതും പേരെടുത്ത് പറയേണ്ട കാര്യമില്ല. ഇങ്ങനെയാണ് നടന്നുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ അഴിമതിയെ തുടച്ചു നീക്കുകയായിരുന്നു മോദിജി ഗവൺമെൻറ് ചെയ്തത്. അത് വളരെ സക്സസ് ആയി. അപ്പോൾ അതുപോലെ തന്നെ രാജ്യം വികസനത്തിൻ്റെ പാതയിലേക്ക് കൊണ്ടുപോയി. രാജ്യത്ത് അങ്ങോളം ഇങ്ങോളം സഞ്ചരിച്ചാൽ വികസനം എന്താണെന്ന് അറിയാം. അപ്പോൾ കഴിഞ്ഞ ഒരു വീഡിയോയിൽ, ശോഭാജിക്ക് വേണ്ടി ചെയ്ത ഒരു വീഡിയോയിൽ ഒരാൾ എന്നോട് ചോദിച്ചിരുന്നു, ഞാൻ ജൂൺ 4 ശേഷം പറയാമെന്നാണ് വിചാരിച്ചത്, എന്നാലും അങ്ങ് പറഞ്ഞു പോവുകയാണ്. ഉത്തർപ്രദേശിലാണോ ഗുജറാത്തിലാണോ അവിടെയുള്ള ഗ്രാമത്തിലൂടെ ഒക്കെ ഒന്ന് പോകണമെന്ന്. അപ്പോൾ ആദ്യം നമ്മൾ കേരളത്തിലൂടെ പോവും. കേരളത്തിൽ സ്വന്തമായിട്ട് ആരും രാഷ്ട്രീയക്കാരുണ്ടാക്കി കൊടുത്ത സ്റ്റാറ്റസ് ഒന്നുമല്ല, മറ്റുള്ളവരെ അവർ തന്നെ കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. നമ്മുടെ അട്ടപ്പാടിയിലോട്ട് പോയി നോക്ക്, പിന്നെ അതുപോലെ എത്രയെത്ര സ്ഥലങ്ങളുണ്ട് പോകാൻ. വയനാട്ടിലോട്ട് പോയി നോക്ക്. പിന്നെ എല്ലാ ജില്ലയുടെയും പിന്നെ ഉള്ളിലേക്ക് ചെന്ന് നോക്കിക്കേ, ഈ റോഡ് സൈഡൊക്കെ വിട്ടിട്ട് എത്രയോ ജനങ്ങൾ പാവങ്ങളായിട്ട് കഷ്ടപ്പെട്ട് ഇപ്പോഴും ജീവിക്കുന്നുണ്ടെന്നുള്ളത്. അവിടെ UP പോയി നോക്കാനെന്ന് എന്നോടൊരാൾ പറഞ്ഞു. ആദ്യം കേരളത്തിലെയൊക്കെ നോക്കി കണ്ടുപിടിച്ചിട്ട് പോരെ നമുക്ക് വടക്കോട്ട് പോകാൻ. അത് നമുക്കിപ്പോൾ കേരളത്തിലെ തിരഞ്ഞെടുപ്പ് കാര്യമാണ്. കേരളത്തിന് പുറത്തുള്ള സംസ്ഥാനങ്ങളിൽ ആര് ജയിക്കണം ആര് ജയിക്കേണ്ടെന്ന് അവർ ചിന്തിച്ചുറപ്പിച്ച് വെച്ചിട്ടുണ്ട്. അതിന് നമ്മളിനിയൊന്നും നമ്മുടെ ഭാഷയിലൂടെ ഓരോ പത്രദ്വാരായും ചാനൽ ദ്വാരയും ഒന്നും പറഞ്ഞിട്ട് യാതൊരു കാര്യമില്ല. മനോരമയൊന്നും അവിടെ ആരും വായിക്കുന്നില്ല, മാതൃഭൂമിയും വായിക്കുന്നില്ല, മനോരമ ചാനലും കാണുന്നില്ല, മാതൃഭൂമി ചാനലും കാണുന്നില്ല, ദേശാഭിമാനിയും കാണുന്നില്ല, ദേശാഭിമാനിയുടെ പത്രവും വായിക്കുന്നില്ല, കൈരളിയും കാണുന്നില്ല. അതുകൊണ്ട് പിന്നെ സമാധാനമോ? ഇതൊന്നും കേരളത്തിന് വെളിയിൽ ആരും കാണുന്നില്ലല്ലോ. അവർക്ക് ഇതിനൊന്നും നേരമില്ല. അവർ വേറെ നല്ല യോഗ്യന്മാരായിട്ടുള്ളവരുടെ പത്രവും വായിച്ച് കാര്യങ്ങളെപ്പറ്റി മനസ്സിലാക്കാനായിട്ട് അവർക്ക് കഴിവുണ്ട്. നമ്മളെ ഏറ്റവും മിടുക്കരെന്ന് നമ്മൾ സ്വയം അഭിമാനിക്കുക മാത്രമേ ഉള്ളൂ. ഞാൻ ആലപ്പുഴ പോയപ്പോൾ ശോഭയുടെ കാര്യം പിന്നെയും പറയേണ്ടി വരും. ഞാൻ ആലപ്പുഴ പിന്നെ ഇന്നലെ ഒരു ഫംഗ്ഷനുമായി ബന്ധപ്പെട്ട് ഒരു ബോട്ടിങ്ങിന് പോയിട്ട് തിരിച്ചു വരുമ്പോൾ ബീച്ചിലൂടെ ഒന്ന് പോയി. ബീച്ചിൻ്റെ സ്ഥിതി പറയാതിരിക്കുക ഭേദം. പണ്ടേ ദുർബല പിന്നെയെന്ന് പറഞ്ഞ പോലെ അതിൻ്റെ അവസ്ഥ അത്രയ്ക്കും മോശമാണ്. ചെന്ന് പോയല്ലോ എന്ന് ഓർത്ത് പിന്നെ ഇങ്ങനെ പോകുന്നു. അവിടെ നിന്ന് പോരുന്ന വഴി ബീച്ച് റോഡിൽ കൂടാണ് AC റോഡിൽ കയറാനായിട്ട് വരുന്നത്. അപ്പോൾ ഇങ്ങനെ വന്നപ്പോൾ ബീച്ച് റോഡിൽ കൂടെ വന്നപ്പോഴേ ഒരിടത്ത് ഒരു വിദൂഷക വേഷം കിട്ടി. അത് ചാക്യാർകൂത്തുകാരൻ്റെ വേഷമാണോ അതോ പിന്നെ തുള്ളൽകാരൻ്റെ വേഷമാണോ അതോ ഇനിയും വേറെ വല്ല പുതിയ വേഷങ്ങൾ കോൺഗ്രസ്സുകാർ അവതരിപ്പിച്ചതാണോ, ഏതായാലും പുതിയ വേഷമാണ്. വിദൂഷകൻ്റെ വേഷമൊക്കെ കെട്ടി ചായയൊക്കെ മുഖത്തടിച്ച് ഒരാൾ നിന്ന് അങ്ങോട്ട് റോഡ് സൈഡിൽ ഒരു മൈക്ക് വെച്ച് കോൺഗ്രസിനെ വാനോളം പൊഴുത്തിക്കോ, നല്ല കാര്യം, പാകിസ്ഥാനിൽ പോകാൻ പറഞ്ഞു. അപ്പോൾ BJP ഭരിക്കുന്ന ഗവൺമെൻറ് പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റാത്തവരൊക്കെ പാകിസ്ഥാനിൽ പൊക്കോളാൻ പറഞ്ഞെന്ന്. ഇയാൾ അയാൾക്ക് അറിവില്ലാത്ത രീതിയിലുള്ള ഒരു സംഭാഷണമായിരുന്നു. എങ്കിൽ തന്നെയും അത് അയാൾ പറയാനിടയായത് എന്തുകൊണ്ടാണ്? ഈ കോൺഗ്രസ്സുകാർ ഇങ്ങനെ പറഞ്ഞ് ഇത്രയും മോശമായ ചീപ്പായ കാര്യങ്ങൾ പറഞ്ഞാണ് വോട്ട് പിടിക്കണ്ടേ? നിങ്ങൾ വികസനം പറയൂ, നിങ്ങൾക്ക് എന്തു രാജ്യത്ത് കൊണ്ടുവരാൻ പറ്റുമെന്ന് പറയൂ. നിങ്ങൾ അധികാരത്തിൽ വന്നാൽ 370 എടുത്ത് കളയുമെന്നല്ല പറയണ്ടേ, UCC നടപ്പിലാക്കത്തില്ലെന്നല്ല പറയണ്ടേ. രാജ്യത്തെ ജനങ്ങളെ ഒരുമിച്ച് നിർത്തി രാജ്യത്തെ ജനങ്ങളുടെ അഭിവൃദ്ധിക്ക് വേണ്ടി, രാജ്യപുരോഗതിക്ക് വേണ്ടി, രാജ്യസുരക്ഷയ്ക്ക് വേണ്ടിയും വിദേശകാര്യ രംഗത്തും ഒക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയും? രാജ്യത്തിൻ്റെ സമ്പദ് വ്യവസ്ഥയെ വളരാൻ ഉള്ള സാഹചര്യം നിങ്ങളെ കൊണ്ടുണ്ടാക്കാൻ കഴിയുമോ? അത് താണു പോകാതെ മുകളോട്ട് കൊണ്ടുവരാൻ നിങ്ങൾക്ക് കഴിയുമോ? അല്ലോ UNOയിൽ നിങ്ങൾക്കൊരു അംഗത്വം നേടാനായിട്ട്, സ്ഥിരാംഗത്വം നേടാനായിട്ട് നിങ്ങൾക്ക് വീറ്റോ പവറുള്ളൊരു അംഗമാകാൻ നിങ്ങളെ കൊണ്ട് പറ്റുമോ? അതൊക്കെയല്ലേ നിങ്ങൾ നോക്കണ്ടേ. തൊഴിൽ കൊടുക്കാൻ പറ്റുമോ? അല്ല നിങ്ങൾ ന്യൂനപക്ഷക്കാർക്ക് അത് കൊടുക്കുക ഇത് കൊടുക്കുക 370 എടുത്ത് കളയുക, ഇതൊക്കെയാണോ കോൺഗ്രസ്സെ പറയണ്ടേ? അവിടെ ഒരു വിദൂഷക പണി തന്നെയാണ് കോൺഗ്രസിൻ്റെ അണികൾക്കുള്ളത്. ആരെ അവിടാണ് ഇവർ ഈ വിദൂഷക പാട്ടൊക്കെ പാടി ഇങ്ങനെ സന്തോഷിപ്പിക്കുന്നതെന്ന് അറിയത്തില്ല. നിങ്ങളോട് പാകിസ്ഥാനിൽ പൊക്കോളാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ നിൽക്കാൻ വയ്യാത്തവരെല്ലാം പാകിസ്ഥാനിൽ പൊക്കോണം, കോൺഗ്രസിൻ്റെ ചരിത്രം അതല്ല. ഇതൊക്കെ ഇയാൾ ഘോരം പ്രസംഗിക്കുന്നത്. അതും നമ്മുടെ ആചാരപ്രകാരമുള്ള ഒരു വേഷം ധരിച്ച്, ഈ കലകളുടെ വേഷം ധരിച്ച് ഈ റോഡരികിൽ നിന്ന് ഈ വൃത്തികേടാണോ പറയുന്നത്? എനിക്ക് കാറ് നിർത്തി കേൾക്കാനൊന്നും പറ്റിയില്ല. കാറ് സ്ലോ ചെയ്ത് വന്നപ്പോൾ ഇത്രയും ഞാൻ കേട്ടു. നിങ്ങളൊക്കെ പാകിസ്ഥാനിൽ പൊക്കോളാനല്ലേ പറയുന്നത്? കോൺഗ്രസ് ഇങ്ങനെ എന്നേലും പറയുമോ? എത്ര വില കുറഞ്ഞ വർത്തമാനമോ പറയുന്നത്. അങ്ങനെ ശോഭയോടെ പ്രസംഗിച്ചോ അതോ വേറെ ആരെങ്കിലും പ്രസംഗിച്ചോ? പക്ഷേ അവിടെ അരാജകത്വവും ഭീകരവാദവും ഒന്നും
ഇനി കേരളത്തിലും നല്ല ഇന്ത്യയിലും നടക്കത്തില്ല. അത് പറയുമല്ല, പ്രവർത്തിക്കുകയും ചെയ്യും. അതിൻ്റെ സമാധാനം നമുക്കെല്ലാം ഉണ്ട്. അപ്പം നമ്മുടെ രാജ്യത്തെ സുരക്ഷിതമായി ജീവിക്കുന്നതിന്, അതുപോലെ കഴിഞ്ഞ ദിവസം തന്നെ ഏഷ്യാനെറ്റിൽ മലയാളം ചാനലിന് ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുത്ത അഭിമുഖം, രണ്ടു വശവും ചാടി നിൽക്കുന്ന സിന്ധു സൂര്യകുമാറും പോയിട്ടുണ്ടായിരുന്നല്ലോ. എന്തൊക്കെയോ അച്ചടി ഭാഷയിൽ ചോദിക്കുന്നതൊക്കെ കേട്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ മറുപടി കേട്ടപ്പം പുള്ളിക്കൊന്നും പറയാനില്ല. മുഖത്ത് യാതൊരു ഭാവവ്യത്യാസവും ഇല്ലാതെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. എഴുതി വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതുപോലെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അദ്ദേഹം മറുപടി കൊടുക്കുമ്പോൾ പിന്നൊന്നും പറയാനില്ല. വേറെ രണ്ടുപേരും അവിടെ ഇരിപ്പുണ്ടായിരുന്നു. അവരേതായാലും വളരെ യോഗ്യന്മാരാണ് പത്രമാധ്യമ രംഗത്തെന്ന് എനിക്ക് മനസ്സിലായി. അവരുടെ ഇരിപ്പും ആ ഭാവവും ആ പ്രധാനമന്ത്രിയോടുള്ള റെസ്പെക്റ്റും അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാനുള്ള ആ ഔത്സുക്യവും ഒക്കെ കണ്ടപ്പം അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തലയ്ക്കകത്ത് വല്ലതും ഉള്ളവരാണെന്ന് മനസ്സിലായി. അപ്പോൾ ഇതുപോലെ ഇതിനു മുമ്പ് ഒരു പ്രധാനമന്ത്രി നടപ്പാക്കിയ കാര്യങ്ങളും ഇനി നടപ്പാക്കാൻ പോകുന്ന കാര്യങ്ങളും ഇത്ര വ്യക്തമായിട്ടും കൃത്യമായിട്ടും കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്ന ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രിമാർ ഇന്ത്യക്ക് ഉണ്ടായിട്ടുണ്ടോ? നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യം തന്നെയാണ്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. തെരഞ്ഞെടുപ്പ് അടുത്ത് വരികയാണ്. എല്ലാ ജില്ലകളുടെയും വികസനത്തിന്, കേരളത്തിൻ്റെ സമഗ്രമായ വികസനത്തിന് ഭാരതത്തോടൊപ്പം ചേർന്ന് നിൽക്കുകയാണ് നമ്മുടെ സംസ്ഥാനത്തിനും നമ്മുടെ സാമ്പത്തിക കടക്കെണിയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗം. ജനിക്കുന്ന ഓരോ കുഞ്ഞും ലക്ഷം രൂപയുടെ കടത്തിലാണ് കിടക്കുന്നത്. അപ്പോൾ എല്ലാ സാമ്പത്തിക രംഗത്തെ വളർച്ചയും തടസ്സപ്പെട്ട് കിടക്കുന്ന നിങ്ങൾ നോക്കിയേ, എവിടെയെങ്കിലും ഒരു റോഡ് നന്നാക്കുന്നുണ്ടോ? എവിടെയെങ്കിലും ഒരു പണി നടക്കുന്നുണ്ടോ? സാമ്പത്തികം ഇല്ല. കാരണം എല്ലാം കളഞ്ഞു കുളിച്ചു. സാമ്പത്തികം മുഴുവൻ തകർത്ത് തരിപ്പണമായി. പിന്നെ വേറൊരിടത്ത് ഇന്നലെ പ്രസംഗിക്കുന്നത് കേട്ട് ഞാൻ, കേന്ദ്രമാണ് രാജ്യത്തെ സാമ്പത്തികമായി ഇങ്ങനെ ഞെരുക്കിക്കൊണ്ടിരിക്കുന്നത്. ഈ പാവങ്ങളെല്ലാം ഇത് കേൾക്കുന്നുണ്ടേ ചിലരൊക്കെ ശരിയാ അയ്യോ ഇവരെന്തോ ചെയ്യാൻ, അവിടുന്ന് തന്നിട്ട് വേണ്ടായോ? അല്ലാതെ ഇവിടെ ഒന്നും ഇല്ലല്ലോ. ഇവിടെ ഉള്ളതൊക്കെ ഞങ്ങൾക്ക് കട്ടുമുടിക്കാനും നശിപ്പിക്കാനും ഞങ്ങൾക്ക് ആഡംബരത്തിനും അറുമാദിക്കാനും ആണെന്ന് ഈ പാവങ്ങൾക്ക് അറിയത്തില്ലല്ലോ. കർത്താവ് കൊടുത്ത കോടിയുടെയോ കർത്താവ് ഉണ്ടാക്കിയ കോടികളുടേതോ അല്ലെ കള്ളപ്പണത്തിലൂടെ ഉണ്ടാക്കിയ കോടികളുടേതോ എല്ലാം അവർക്കറിയാവും. അവർക്കതൊന്നും അറിയത്തില്ല. അതുകൊണ്ട് അവരിതെല്ലാം കേട്ടിട്ട് ശരിയാ പറയുന്നത്, കേന്ദ്രം കൊടുക്കാഞ്ഞിട്ടല്ലേ എന്ന് പറഞ്ഞ് ചിന്തിക്കുന്ന ആളുകൾക്കിടയിലേക്കാണ് ഞാൻ എൻ്റെ വാക്കുകൾ പറയുന്നത്. നിങ്ങൾ ചിന്തിക്കുക, കേരളത്തിൻ്റെ സമഗ്രമായ വളർച്ചയ്ക്ക്, നമ്മുടെ രാജ്യ സുരക്ഷയ്ക്ക്, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിന്, ലോകരാജ്യങ്ങൾക്കിടയിലുള്ള നമ്മുടെ മതിപ്പും വിലയും നിലനിർത്തുന്നതിന്, ഇവിടെ ജനിക്കുന്ന ഓരോ കുട്ടിയും കേരളത്തിലെ ഇങ്ങനെ കടക്കണിയിലാകാതെ കടത്തിൽ നിന്ന് രക്ഷപ്പെടാൻ നമുക്ക് കേരളത്തിൽ നിന്നും BJPയുടെ MP കേന്ദ്രത്തിൽ പോയേ മതിയാവൂ. കേന്ദ്രത്തിൽ എന്തായാലും ജൂൺ 4-ന് ഫലം അറിയുമ്പോൾ എൻ്റെ ഈ ചിന്തയ്ക്ക് യാതൊരു മാറ്റവും വരത്തില്ല. എൻ്റെ ആഗ്രഹത്തിനും ഞാൻ പറഞ്ഞതിനും ആര് അഭിപ്രായ സർവേ നടത്തിയാലും അതിലൊന്നും ഒരു കഥയില്ല. മോദിജി തന്നെ ആയിരിക്കും വരുന്നത്. മോദിജിയുടെ ഗവൺമെൻറ്റും വരും. അതിന് യാതൊരു തർക്കവുമില്ല. വീണ്ടും 5 വർഷം ഭരിക്കാനായിട്ട് NDA മുന്നണി തന്നെ അധികാരത്തിലെത്തുമ്പോൾ കേരളത്തിൽ നിന്നും നമ്മൾ അവരോടൊപ്പം നിൽക്കാൻ ആരെങ്കിലും പറഞ്ഞു വിട്ടില്ലെങ്കിലേ നമുക്ക് എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നല്ലാതെ നമുക്ക് ആവശ്യമുള്ളതെല്ലാം കിട്ടുമെന്ന് യാതൊരു ഉറപ്പുമില്ലാത്തത് കൊണ്ട് ജനങ്ങളെ നിങ്ങൾ ആലോചിക്കുക. നമ്മൾ രാഷ്ട്രീയം മറന്ന് നമ്മുടെ വികസനത്തിന് വേണ്ടി ഭാവിയെ കരുതി, നമ്മുടെ ഭാവി തലമുറയെ കരുതി നമ്മൾ BJP സ്ഥാനാർത്ഥികൾക്ക് വോട്ട് ചെയ്യണമെന്ന് പറയാനാണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ആവശ്യപ്പെടുന്നത്, അപേക്ഷിക്കുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. വീണ്ടും കാണാം. നമസ്കാരം.